കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കുന്നു. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 20 കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സിബിഐ അന്വേഷണത്തിലേക്ക് പോയാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടർന്ന് സിപിഎമ്മിനെ ആശങ്കയിലാക്കുന്നുമുണ്ട്. ഇഡി അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് എന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സിബിഐ അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ എം.വി. സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരന്റെ വാദം സ്ഥിരീകരിക്കപ്പെട്ടാൽ സിബിഐ അന്വേഷണം ഉറപ്പായും വരും. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഏതൊക്കെ കൈകളിലെത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും ഉന്നത നേതാക്കളുടെ പങ്ക് കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സുരേഷിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു. 20 കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സിബിഐ വരാൻ സാധ്യതയുണ്ട്. കള്ളപ്പണം എന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഇഡി നടത്തിയ അന്വേഷണത്തെക്കാൾ വിപുലമായിരിക്കും സിബിഐ നടത്തുന്ന അന്വേഷണം. അതേസമയം കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ സിപിഎമ്മിനെയും ഇഡി പ്രതി ചേർത്തതോടെ നിയമയുദ്ധത്തിനും കളമൊരുങ്ങുന്നു. ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ ഇഡി പ്രതി ചേർത്തപ്പോഴാണ് ഇത്തരമൊരു നിയമയുദ്ധം മുമ്പ് നടന്നത്. 2024 മെയിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയും ഇഡി പ്രതി ചേർത്തിരുന്നു. ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ 700-ാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്നും ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതി ചേർക്കാമെന്നും സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹർജി തള്ളുകയും ചെയ്തു. ഇതിനെതിരെ എ.എ.പി. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ്. ഇതിനിടെ സിപിഎം വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ തീർക്കാനും തുടങ്ങുന്നുണ്ട്. സിപിഎം നേതാക്കളെ കൊടുക്കാൻ ഇഡി നിരത്തിയത് കോടതിയിൽ പൊളിഞ്ഞ വാദമുഖങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ വീണ്ടും നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ പ്രതിയാക്കുകയാണ് എന്നാണ് ഇവരുടെ വാദം. ജുഡീഷ്യൽ പരിശോധനയും നിലനിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ബി.ജെ.പിയുടെ ചട്ടുകമായാണ് ഇഡിയും പാർട്ടിയെയും സിപിഎമ്മിന്റെ സമുന്നത നേതാക്കളെയും പ്രതിയേർത്ത് എന്നൊക്കെ ഇവർ പറയുന്നു. നേരത്തെ എ.സി. മൊയ്തീന്റെ വീട് റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. ഇത് എഴുതി മൊയ്തീന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാര്യയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചു. ഭാര്യ സർവീസിൽ നിന്ന് ലഭിച്ചപ്പോൾ ലഭിച്ച പണമാണ് നിക്ഷേപമായി ഉണ്ടായിരുന്നത്. എം.എൽ.എക്ക് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടെ പണത്തിന്റെ രേഖകളെല്ലാം ഇഡിക്കും കോടതിയിലും നൽകിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം. ഇഡിയുടെ നടപടി നീതി നിഷേധമാണെന്ന് കോടതി വ്യക്തമാക്കുകയും പണം തിരിച്ചു നൽകേണ്ടിയും വന്നു. അതിനിടെ 300 കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയാണെങ്കിലും കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കുന്നവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക്. 396.79 കോടി രൂപ വായ്പയായി നൽകിയതിന്റെ 135 കോടിയുടെ കുടിശ്ശിക തിരിച്ചുപിടിക്കാനായി എന്നും ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പറയുന്നുണ്ട്. തട്ടിപ്പ് നടത്തിയ സിപിഎം ഭരണസമിതിയെ പിരിച്ചുവിട്ടതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല. ആകെ 267.20 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായിരുന്നത്. 149.22 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകി. പലരും നിക്ഷേപ തുക പൂർണ്ണമായും തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിലുമാണ്. നിക്ഷേപകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് വലിയ തുകകൾ നൽകുന്നില്ലെങ്കിലും ചെറിയ തുകകൾ തിരികെ നൽകുന്നുണ്ടെന്നൊക്കെയാണ് കമ്മിറ്റിയുടെ വാദം. ഏതായാലും സിബിഐ അന്വേഷണം വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സിബിഐ അന്വേഷണം വന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കാകും അത് പോവുക. സിപിഎമ്മിനെ പ്രതി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും സിപിഎമ്മിന്റെ അംഗീകാരം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്.